ഡ്രോപ്പ് ഷിപ്പിംഗ് ആപ്പ് നമ്മുടെ ഷോപ്പിഫൈ സൈറ്റിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഷോപ്പിഫൈയുടെ ഡാഷ്ബോർഡ്. അപ്പോൾ ഇവിടെ ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആപ്സിൽ ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ആപ്പിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇത്രയും ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമ്മുടെ ഈ ഒരു സൈറ്റിൽ. അപ്പോൾ ഇനി നമുക്ക് ഷോപ്പിഫൈഡ് ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ ആപ്പാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഡ്രോപ്പ് ഷിപ്പിംഗ് ആപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓരോ ഇതിലേക്ക് പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ആപ്പുകൾ നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ഷോപ്പിഫൈ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്താലാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രോഡക്റ്റുകൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിരവധി ആപ്പുകളാണ് ഡ്രോപ്പ് ഷിപ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഡ്രോപ്പ് കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ആപ്പ്, ഇത് US ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ്. ഇവർ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തേക്കുന്ന അതായത് ഈ ഷോപ്പിഫൈ ആപ്പിനുള്ളിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ആപ്പുകളാണ് ഇവിടെ ആഡായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ആപ്പാണ് റോപ്പോസ്റ്റോ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ആപ്പ്. ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ റോപ്പോസ്റ്റോ ക്ലൗഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഞാൻ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയാം. അതായത് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ആപ്പ് നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ഇൻബിൽറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പ്രൈസിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു വാച്ച് എന്താണോ നമ്മളിപ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന പ്രൈസും ആമസോൺ ഫ്ലിപ്കാർട്ടിലും ഉള്ള പ്രൈസും കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും ഇവരുടെ പ്രൈസ് കുറവായിരിക്കും. പക്ഷേ നമ്മളത് ഒരു ബൾക്ക് ഓർഡറിൽ ചില സമയത്ത് നമ്മൾ ഇൻഡോമാർട്ടിലാണ് നോക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് സപ്ലയറെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഈ ഡ്രോപ്പ് ഷിപ്പിങ്ങിനേക്കാളും ബെറ്റർ നമ്മൾ ഓൺ പ്രോഡക്റ്റ് സെയിൽ ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളതാണ്. നമുക്കിതൊക്കെ ഓപ്പണായിട്ട് പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാണ്, നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ കണ്ടെത്തി ഈ കൊമേഴ്സ് സെയിൽ ചെയ്യുമ്പോഴാണ് എപ്പോഴും ബെറ്റർ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കുറവായിരിക്കും, എന്നാലും നമുക്ക് ഓർഡർ സപ്ലയർ കണ്ടെത്തുന്ന അതേപോലെ തന്നെ പാക്കിംഗ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. എനിവേ നമുക്ക് റോപ്പോസ്റ്റോ ക്ലൗഡ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണത് എന്ന് നോക്കാം. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ റോപ്പോസ്റ്റോ ക്ലൗഡ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഞാനിത് പലതവണ ആഡ് ചെയ്യും, ഇൻസ്റ്റാൾ ചെയ്യും, അൺഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതിപ്പോൾ ഒരു ട്യൂട്ടോറിയൽ പോലെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ബട്ടൺ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഫോൺ നമ്പർ ഇവിടെ കാണിക്കാം. നമ്മുടെ ഇവനിപ്പോൾ ഷോപ്പിഫൈയിലേക്ക് കൊടുക്കാൻ പോകണം. നമ്മൾ എസ് കൊടുക്കുകയാണ്. ഷോപ്പിഫൈ സ്റ്റോർ നെയിം നമ്മൾ കൊടുക്കാൻ പോവാണ് 1.5x. ഈ പോയിന്റ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യില്ല, അതുകൊണ്ട് നമ്മൾ 1P5x എന്ന് കൊടുത്തു. സബ്മിറ്റ്. ന്യൂ സ്റ്റോർ എന്ന് കൊടുക്കുക. സബ്മിറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഷോപ്പിഫൈ റോപ്പോസ്റ്റോ ക്ലൗഡിൻ്റെ സൈറ്റിലെത്തി. നമുക്ക് ഇവിടെ നിന്ന് ഈ പ്രോഡക്റ്റ് ആഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ നമുക്കൊരു നല്ലൊരു ട്രെൻഡിങ് പ്രോഡക്റ്റ് ഏതാണ് എന്നുള്ളത് ഒരു ചെക്ക് ചെയ്യാം. ഈ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ബ്ലൂടൂത്ത് വയർലെസ് ഇയർബഡ്സ്. പുഷ് ടു ഷോപ്പിഫൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ വരുമോ ഇല്ലയോ എന്നുള്ള അറിയാൻ പറ്റും. ന്യൂ സ്റ്റോർ. നമുക്കിവിടെ ഒന്നിലധികം സ്റ്റോറുകൾ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറയാം. ഇവിടെ ജസ്റ്റ് പുഷ് ടു ഷോപ്പിഫൈ കൊടുത്തു. പ്രോഡക്റ്റ് സക്സസ്ഫുള്ളി പബ്ലിഷ് ടു ന്യൂ സ്റ്റോർ. നമുക്ക് നോക്കാം നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ പോയിട്ട്. അതിനെ നമ്മൾ വീണ്ടും ഷോപ്പിഫൈയിൽ വരിക. ക്ലോസ് ചെയ്യാം. ഓൺലൈൻ സ്റ്റോർ എടുക്കുക. യെസ്, കണ്ടോ പ്രോഡക്റ്റ് ഇവിടെ കാണാൻ പറ്റും.
ഇനി ഈ പ്രോഡക്റ്റിൽ നമുക്ക് വേണ്ട പ്രൈസും കാര്യങ്ങളെല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമ്മൾ വേറൊന്നും എഴുതേണ്ട ആവശ്യമില്ല. പ്രോഡക്റ്റിൻ്റെ ഇമേജും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ഈ ഷോപ്പിഫൈയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും അല്ല. നമുക്ക് ഈ റെഡി ടു ഒരു പ്രോഡക്റ്റ് സക്സസ്ഫുള്ളി നമ്മുടെ കയ്യിൽ ഷോപ്പിഫൈ അഫോർഡ് ചെയ്യാൻ പൈസ ഉണ്ടോ, നമ്മൾ നേരെ തന്നെ പോവുക, നമ്മൾ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ആഡ് റൺ ചെയ്യുക, സെറ്റ് ചെയ്യുക. നമ്മൾക്ക് ഇതിനകത്ത് പ്രൈസ് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്രൈസ് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രോഡക്റ്റിൽ പോവുക, പ്രോഡക്റ്റ് എടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രൈസ് കൊടുത്തേക്കുന്നത് 448 രൂപയാണ്. കോസ്റ്റ് പെർ ഐറ്റം 448 രൂപ. നമുക്ക് പ്രോഫിറ്റ് വേണമെങ്കിൽ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മളതല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് കൂട്ടിയിടാൻ പോവാം. അപ്പം നമ്മൾ 448 രൂപ സാധനം നമ്മളിപ്പോൾ ഒരു 888 രൂപയ്ക്ക് വയ്ക്കാൻ പോകാം. ഇവിടെ പ്രോഫിറ്റ് വന്നു, കണ്ടോ, 440 രൂപ പ്രോഫിറ്റ്. ഏകദേശം 50% മാർജിനാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്രോഡക്റ്റ് സേവായി. നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ പോയി നോക്കാം. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് മാറി, കണ്ടോ. ഇത് ബെസ്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നമ്മളിപ്പോൾ ചെയ്യുന്നു. ഇനി നമ്മൾ ആഡ്സ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ചിട്ട് ആഡ്സ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ്, ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിൻ്റെ പ്രൈസ് എഡിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ എനിവേ, താങ്ക് യു. ലെറ്റ്സ് സീ ഓൺ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.